എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. ആ വാക്യം നാം ഇങ്ങനെ കാണുന്നു: നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു എന്നുള്ള വചനമാണ്. വിശുദ്ധ പൗലോസ് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ദാസന്മാരും അവരുടെ യജമാനന്മാരെ ബഹുമാനിപ്പാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായി പ്രസ്താവനയാണ്. ദാസന്മാരായിത്തീരുന്നത്, അടിമകളായിത്തീരുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ്. ചരിത്രം നാം പഠിച്ചു നോക്കുമ്പോൾ യുദ്ധത്തടവുകാരായി വന്ന അടിമകളുണ്ട്, സ്വയം വിൽക്കപ്പെട്ട അടിമകളുണ്ട്, അടിമകളുടെ തലമുറയായി ജനിക്കപ്പെടുകയും ആ തലത്തിൽ അടിമകളാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലാണ് അടിമകൾ ലോകത്തുണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകളും നിയമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ അടിമകളും ക്രിസ്തീയ മാർഗം നിന്ദിക്കപ്പെടാതിരിക്കുവാൻ അവരുടെ യജമാനന്മാരെ ബഹുമാനിക്കുകയും അവരെ ഏറ്റവും ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതായ വാക്കുകൾ തന്നെയാണ്. ഏതു സാഹചര്യത്തിലും ദാസൻ യജമാനനെ മാനിക്കുവാനും ബഹുമാനിപ്പാനും ആദരിപ്പാനും കടപ്പെട്ടവനാണ്. ആ കർത്തവ്യം കൃത്യമായി അംഗീകരിപ്പാനും പാലിപ്പാനും ഇടയായിത്തീരണം എന്നുള്ള പദങ്ങൾ തന്നെയാണ്. എബ്രായ ബാലന്മാർ പ്രവാസത്തിലേക്ക് കടന്നുപോയപ്പോൾ അവരുടെ യജമാനന്മാരെ ബഹുമാനിക്കുന്നതായി കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ദാസനെയും സംബന്ധിച്ചിടത്തോളം തൻ്റെ യജമാനനെ ബഹുമാനിപ്പാനും സകല മാനത്തിനും യോഗ്യന്മാരായി അവരെ എണ്ണുവാനും ഇടയാകുമ്പോൾ അത് ക്രിസ്തു മാർഗത്തിൻ്റെ, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഘടകമായി തീരുകയും ചെയ്യുന്നു എന്നുള്ള പദങ്ങളാണ് ഈ വാക്കുകൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ താഴ്ചകളും പരാജയത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ സേവിക്കുകയും ആ തലത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ട ഘട്ടങ്ങൾ കടന്നു വന്നാൽ അവരെ ബഹുമാനിപ്പാനും ആദരിപ്പാനും അവരെല്ലാവരേക്കാളും ശ്രേഷ്ഠരിൽ നിന്നുവാനും നമുക്ക് കഴിയണം. ആ തലത്തിൽ നമുക്ക് ജീവിപ്പാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ഇടയാകേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ,
ഞങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരെ ഞങ്ങൾക്ക് മീതെയുള്ളവരെ ബഹുമാനിക്കുന്നവരും അവരെ ശ്രേഷ്ഠരെ നിണ്ണുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾക്ക് മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.